കൊച്ചിയിലെ മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് തികയ്ക്കാത്തതിന് ജീവനക്കാരോട് ക്രൂരപീഡനം. കഴുത്തിൽ ബെൽറ്റ് കെട്ടി നായയെ പോലെ നടത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നിലത്തുനിന്ന് നാണയങ്ങളും ചീത്തപ്പഴങ്ങളും നക്കിയെടുപ്പിച്ചു. പരാതി പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന കമ്പനിക്കെതിരെ. ഗോകുലം ഗ്രൂപ്പ് സ്ഥാപനങ്ങളിലെ റെയ്ഡിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് ഇഡി. റിസർവ് ബാങ്കിന്റെയും വിദേശ നാണയ വിനിമയത്തിന്റെയും ചട്ടങ്ങൾ ലംഘിച്ച് വിദേശത്തേക്ക് പണം കൈമാറി. പ്രവാസികളിൽ നിന്ന് അനധികൃതമായി 592 കോടി രൂപ സമാഹരിച്ചു. റെയ്ഡിൽ 1.5 കോടി രൂപ പിടിച്ചെടുത്തുവെന്നും ഇഡി. നടൻ പൃഥ്വിരാജിന് നോട്ടീസ് അയച്ച് ആദായ നികുതി വകുപ്പ്. മുൻപ് അഭിനയിച്ച സിനിമകളിലെ പ്രതിഫല തുകയിൽ വ്യക്തത വരുത്തണമെന്ന് നിർദ്ദേശം. CPIM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിക്ക് മുൻതൂക്കം. അശോക് ധാവളയ്ക്ക് പിന്തുണയുമായി ബംഗാൾ ഘടകം. 24-ാം പാർട്ടി കോൺഗ്രസിന് നാളെ സമാപനം. കോഴിക്കോട് ലഹരിക്കടിമയായ പിതാവ് മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ചു. സംഭവം കോഴിക്കോട് തെരുവത്ത് ബസാറിൽ. ഗുരുതരമായി പരിക്കേറ്റ മകൻ ജംഷീർ ആശുപത്രിയിൽ. പിതാവ് ജാബിർ കസ്റ്റഡിയിൽ. ലഹരിയിൽ നിന്ന് മോചനം നേടാൻ പോലീസ് സ്റ്റേഷനിലെത്തി സഹായം അഭ്യർത്ഥിച്ച യുവാവ്. മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവിനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി. കണ്ണൂരിൽ ലോഡ്ജ് മുറിയെടുത്ത് MDMA ഉപയോഗിച്ചവർ പിടിയിൽ. പിടിയിലായത് മോഡലടക്കം 2 യുവതികളും 2 ആൺ സുഹൃത്തുക്കൾ. സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കത്തോലിക്ക സഭയ്ക്കെന്ന RSS മുഖപത്രത്തിലെ ലേഖനം വിവാദത്തിൽ. വഖഫ് ബില്ലിന് പിന്നാലെ RSS ക്രിസ്ത്യാനികൾക്കെതിരെ തിരിഞ്ഞെന്ന് രാഹുൽ ഗാന്ധി. അടുത്ത ലക്ഷ്യം കത്തോലിക്കരെന്ന് VD സതീശൻ. വിമർശനങ്ങൾക്ക് പിന്നാലെ ഓർഗനൈസർ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിച്ചു. വിവാദ പ്രസംഗവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് സ്വതന്ത്രമായി ശ്വസിക്കാനോ അഭിപ്രായം പറയാനോ കഴിയുന്നില്ല. ഈഴവർക്ക് കടുത്ത അവഗണന. പിന്നാക്ക വിഭാഗം വോട്ടുകുത്തി യന്ത്രങ്ങളെന്ന് ആരോപണം. താനൂരിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതിക്കെതിരെ കൂടുതൽ തെളിവുകൾ. ഉദ്യോഗസ്ഥയെ ഗർഭചിത്രത്തിന് വിധേയയാക്കാൻ പ്രതി സുഗാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കി. സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിനും തെളിവ്. വ്യാജ ക്ഷണക്കത്തുൾപ്പെടെ ഉദ്യോഗസ്ഥയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തി പോലീസ്. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് തൂങ്ങി മരിച്ചതിൽ നടപടി. സ്റ്റേഷനിലെ 2 പോലീസുകാർക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ കുറവുണ്ടായെന്ന് കണ്ടെത്തൽ. ശമ്പള വർധനയ്ക്കായി സമരം ചെയ്ത അംഗനവാടി ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടി. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നോട്ടീസ് നൽകിയത് LDF ഭരിക്കുന്ന തിരുവനന്തപുരം മുഴമലക്കൽ പഞ്ചായത്ത്. അംഗനവാടി അടച്ചിട്ടതും സർക്കാരിനെതിരെ സംസാരിച്ചതും തെറ്റെന്ന് നോട്ടീസ്.